വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ അമ്മേന്റെ മുടി കളർ ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ അല്ലേ. അപ്പോൾ ഇതാണ് കളറ്, റെഡ് കളർ അല്ലേ, റെഡ് അല്ലേ? ഓക്കെ, റെഡ് കളറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഗൈസ് നമ്മൾ നിഷ എന്നുള്ള ബ്രാൻഡിന്റെ ഹെയർ ക്രീം കളറാണ് ഇട്ടത്. നമ്മൾ ഇതിന് മുന്നേ ഈ ബ്രാൻഡിന്റെ ചെയ്തിട്ടില്ല, അതിന് മുന്നേ വേറെ ഏതൊരു ബ്രാൻഡിന്റെ ചെയ്തായിരുന്നു, അത് ഓർമ്മയില്ല, പണ്ട് ചെയ്തതാട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നമുക്ക് ചെയ്യാം. ഇതിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 20 ഗ്രാം ക്രീമും 20 ml ഡെവലപ്പറും എടുക്കുക, എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്ത മിക്സ്ചർ ഓൺ വാഷ് ആൻഡ് ഡ്രൈഡ് ഹെയർ വിത്ത് ബ്രഷ്. അത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ വാഷ് ചെയ്ത ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 30 മിനിറ്റ് അത് ഉണങ്ങാൻ വേണ്ടി വെക്കുക. പിന്നെ കണ്ടീഷണർ ഉണ്ട്, ഒരു ഷാമ്പു പോലത്തെ ഒരു പാക്കറ്റ് ഇല്ലായിരുന്നു, ആ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ ആവുമെന്നാണ് പറയണേ. നമുക്ക് നേരെ ചെയ്ത് നോക്കിയാലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളറാട്ടോ, നമ്മൾ റെഡ് കളറാണ് വാങ്ങിയത്. പിന്നെ ഇത് ഡെവലപ്പർ പറഞ്ഞൊരു സാധനം ഉണ്ട്. പിന്നെ ഇത് ഗ്ലൗസ് ആണ്, കൈമിൽ ഇടാൻ വേണ്ടിയിട്ട്, നമ്മൾ മുടി കളർ ചെയ്യുന്ന സമയത്ത് കൈമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഓല തന്നെ ഷാമ്പു ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാക്കിൻ്റെ ഉള്ളിലുള്ളത്. ആണോ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയ്ക്ക് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ കളർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ തുറന്നു നോക്കിയായിരുന്നു കേട്ടോ, അതാ പോണ കളറ് നേരെ അതിലേക്ക് എടുക്കുക. എനിക്ക് തോന്നുന്നത് ഈ റീയൂസ് ചെയ്യാൻ സാധനം തോന്നുന്നുണ്ട്. ഓക്കെ, ഏകദേശം അത്ര മതി. ഇനി പോരെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. കൈമിലൊക്കെ ആയാലോ ഗൈസ്. ഇതിടുമ്പോൾ എന്തെങ്കിലും ഗ്ലൗസ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ കൈ ചോന്ന് പോകും. പിന്നെ മിക്സ് ആക്കുക, നന്നായിട്ട് മിക്സ് ആക്കുക. ഞാൻ മിക്സ് ആക്കിയിട്ട് വരാം കേട്ടോ. കളറ് പോലെ ആയിട്ട് നമ്മൾ വീണ്ടും ചേർക്കാം കേട്ടോ, ഡാർക്കാവട്ടെ അല്ലേ. ഇത് നമ്മളിതാ മിക്സ് ആക്കിയിട്ട് നേരെ ജാമ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താന്ന് നോക്കാം. നമ്മുടെ ഗ്ലൗസ് ആട്ടോ, ഇത് നേരെ ഗ്ലൗസ് ഇട്ടിട്ട് ബാക്കി നോക്കാം. നമ്മളിതാ ചെയ്യണ മുന്നേ അവസ്ഥ ഇതാട്ടോ, കളർ ചെയ്യണ മുന്നേ ഉള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതാ കളർ ചെയ്യണ മുന്നേ നമ്മൾ ആദ്യം ഈ മുടിയൊക്കെ കഴുകിയിട്ട് വരണം. ഓക്കെ, അപ്പോൾ സാധനമായിട്ടോ നമുക്ക് നേരെ കളർ എടുക്കാൻ തുടങ്ങാം അല്ലേ. എന്താ നിങ്ങളെ അഭിപ്രായം? നമ്മൾ ആദ്യം കുറച്ച് അടിഭാഗം ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെയാ തുടങ്ങുക? നമ്മളിതിന് മുന്നേ ചെയ്തീന് കേട്ടോ, വേറൊരു ബ്രാൻഡിൻ്റെ ഉപയോഗിച്ചിട്ടില്ലേ, അത് സെറ്റായിനി. അത് പിന്നെ മുടി മുറിച്ചപ്പോൾ പോയതല്ലേ. വാരി തേക്കില്ല, വാരി പൊത്തണുള്ളൂ. ഓല് പറയണ ആ ബുക്കിൽ എങ്ങനെയാണോ, ബുക്കല്ല ആ പേപ്പറിൽ എങ്ങനെയാണോ അത് ചെയ്യണം, നമ്മൾ ചെയ്യണം കേട്ടോ. ഒരു പറയണ കേട്ടോ നമ്മൾ ചെയ്യണേ. പറഞ്ഞാൽ മതി. ചോര ആയിട്ടുണ്ട് കൈമിലൊക്കെ. ചോരയില്ല കേട്ടോ, അതിന്റെ കളറാണ്. അപ്പൊ നമ്മൾ തേച്ച് ഏകദേശം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കളർ ആവോ ഇല്ലയൊന്നും അറിയില്ല, അതായത് നമ്മൾ ചെയ്യണ്ട്. ഓക്കെ, പിന്നെ ഇതിന് മുന്നേ നമ്മളൊരു സാധനത്ത് തേച്ചില്ലേനോ, സ്ട്രീക്സോ അങ്ങനെ എന്തോ സാധനം തേനി, അത് കുറെ മുന്നേ ചെയ്തതാ. അപ്പൊ അത് ചെയ്തില്ല, അത് നമുക്ക് സെറ്റ് റെഡി ആയി വന്നിട്ടില്ലേ. പിന്നെ ഇപ്പൊ പുതിയ ബ്രാൻഡാണ് നമ്മൾ ചെയ്ത് നോക്കണേ. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കട്ടെ, റെഡി ആവണ്ടോ ഇല്ല നോക്കാം. ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടും കേട്ടോ. ആ കളർ ഉപയോഗിച്ചിട്ട് ഞാൻ കളർ കല്ല് വരെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കണ്ടീഷണർ എടുത്തിട്ടുണ്ട്. ഇതാണ് കണ്ടീഷണർ. ഇതിതാ നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കളർ മാറിയ പോലെ ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോ അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ കണ്ടീഷണർ ഉപയോഗിച്ച് കഴുകണം. ഓക്കെ ഗൈസ്, ഇങ്ങനെ കറക്റ്റ് അറിയുന്നുണ്ട് കേട്ടോ, കളറ് ഫോക്കസ് ആവില്ല ഗൈസ്. കറക്റ്റ് കളർ അറിയാം കേട്ടോ, ഇങ്ങനെ കണ്ടോ വെള്ളമാക്കി കൊടുത്തിട്ട്. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇനി കറക്റ്റ് അറിയും. നമ്മളിതാ കളറൊക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ലുക്ക് ഇതാണ്. നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടിഭാഗം മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതേപോലെ കളറൊക്കെ ആയി റെഡിയാക്കി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ കളർ ചെയ്ത സീനൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും ലാസ്റ്റ് കളർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.